ഒരു രാജ്യത്തിന്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങി രതൻ ടാറ്റയെന്ന അതികായൻ വിട പറഞ്ഞു. രതൻ ടാറ്റയ്ക്ക് ശേഷം ഇനി ആ മഹാപ്രസ്ഥാനത്തെ നയിക്കാനെത്തുന്നത് ആരെന്ന ചർച്ചകളും നടന്നിരുന്നു. ആര് വന്നാലും അത് രതൻ ടാറ്റയ്ക്ക് പകരമാവില്ലെന്ന വിലയിരുത്തലും ഉയർന്നിരുന്നു. അതെല്ലാം ഇപ്പോൾ അസ്ഥാനത്താക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പുതിയ സാരഥി നോയൽ ടാറ്റയ്ക്ക് കീഴിൽ ടാറ്റ ഗ്രൂപ്പ് വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. രതൻ ടാറ്റയുടെ അകാല വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അർദ്ധസഹോദരനായ നോയൽ ടാറ്റ കമ്പനിയുടെ മേധാവിത്വം ഏറ്റെടുത്തത്. എന്നാൽ രതൻ ടാറ്റയുടെ കാലത്ത് നോയൽ ടാറ്റയേക്കാൾ ഏറെ അദ്ദേഹത്തിന്റെ മക്കളുടെ പേരായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. അതിനാൽ ടാറ്റയുടെ അധികാര കേന്ദ്രത്തിലേക്കുള്ള നോയലിന്റെ വരവിനെ പലരും സംശയത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. എന്നാൽ അധികാരമേറ്റ ശേഷം കമ്പനിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന തിരക്കിലാണ് നോയൽ. നിലവിൽ നോയൽ ടാറ്റ നടത്തിയ പുതിയ നീക്കം ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ടാറ്റയുടെ പുതിയ പ്രഖ്യാപനം ലോക കോടീശ്വരനായ ഇലോൺ മസ്കിനെ പോലും അമ്പരപ്പിച്ചു. ആഭ്യന്തര അന്തർദേശീയ ഫ്ലൈറ്റുകളിൽ വൈഫൈ സേവനങ്ങൾ പ്രഖ്യാപിച്ച എയർ ഇന്ത്യയെപ്പറ്റിയാണ് പറഞ്ഞുവരുന്നത്. ആഭ്യന്തര റൂട്ടുകളിൽ ഈ ഫീച്ചർ നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ എയർലൈനാണ് എയർ ഇന്ത്യ. ആഭ്യന്തര സർവീസുകളിൽ വൈഫൈ സേവനം ഇതുവരെ നടപ്പാക്കാൻ മറ്റ് വിമാന കമ്പനികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ പോലുള്ള ആഗോള കമ്പനികളെ ഇതുവഴി പിന്നിലാക്കാൻ എയർ ഇന്ത്യക്ക് സാധിക്കുന്നു. ബോയിംഗ് 7879, എയർബസ് A350, ബോയിംഗ് 7879, ചില എയർബസ് A321 നിയോ മോഡലുകൾ എന്നിവയുൾപ്പെടെ തെരഞ്ഞെടുത്ത വിമാനങ്ങളിൽ മാത്രമാണ് നിലവിൽ ഇത്തരം സേവനങ്ങൾ ലഭിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ സേവനം വഴി ഉപയോക്താക്കൾക്ക് നിലവിൽ ആകാശത്തും ഡാറ്റ ഉപയോഗിക്കാം. ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ ഉപകരണങ്ങളിൽ സോഷ്യൽ മീഡിയയും സന്ദേശമയക്കൽ ആപ്പുകളും ഇനി യഥേഷ്ടം പ്രവർത്തിപ്പിക്കാം. പൈലറ്റ് പദ്ധതി എന്ന നിലയിൽ ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, സിംഗപ്പൂർ തുടങ്ങിയ അന്താരാഷ്ട്ര റൂട്ടുകളിലാണ് വൈഫൈ സേവനം എയർ ഇന്ത്യ ആദ്യം ലോഞ്ച് ചെയ്തത്. തുടക്കത്തിൽ വൈഫൈ സേവനം സൗജന്യമായിരിക്കും. തുടർന്ന് മുഴുവൻ യാത്രയിലും സേവനം വ്യാപിപ്പിക്കാൻ ഡാറ്റ പദ്ധതിയിടുന്നുണ്ട്. അതേസമയം ഫ്ലൈറ്റ് സമയത്ത് വൈഫൈ ലഭ്യത, സാറ്റലൈറ്റ് കണക്ടിവിറ്റി, ഫ്ലൈറ്റ് റൂട്ടുകൾ, ബാൻഡ്വിഡ്ത്ത് ഉപയോഗം, സർക്കാർ നിയന്ത്രണങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുമെന്ന് എയർലൈൻ പറയുന്നു. ഡിവൈസുകളിൽ എയർ ഇന്ത്യ വൈഫൈ എന്നാകും നെറ്റ്വർക്ക് ദൃശ്യമാക്കുക. ഇത് തെരഞ്ഞെടുത്ത ഉപയോക്താക്കളുടെ PNR നമ്പറും പേരിന്റെ അവസാന ഭാഗവും നൽകി കണക്ട് ചെയ്യാം. പുതിയ സേവനം ഉപയോക്താക്കളെ ആകർഷിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കമ്പനി. കൂടാതെ ഡാറ്റയുടെ നീക്കം ഇന്ത്യയിലെ ഇൻഫ്ലൈറ്റ് സേവനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്നും വിദഗ്ധർ കരുതുന്നു.